പുകവലി വിരോധത്തിൽപ്പെട്ട് പ്രതിസന്ധിയിലായ കേരള ദിനേശ് നടപ്പാക്കിയ വൈവിധ്യവൽക്കരണ പാതയിൽ പിറന്ന ആദ്യ സംരംഭമായ തലശ്ശേരിയിലെ കഫേ ദിനേശ് 10 വർഷം പിന്നിടുന്നു. 11ാം വർഷത്തിലേക്ക് കടക്കുന്ന കഫേക്ക് ഭക്ഷണ മികവിലും രുചിയിലും മികച്ച സ്വീകാര്യതയാണ് ഇതേവരെ ലഭിച്ചിട്ടുള്ളതെന്ന് കേന്ദ്ര സംഘം ചെയർമാൻ MK ദിനേശ് ബാബു, തലശ്ശേരി പ്രൈമറി സംഘം പ്രസിഡന്റ് വാഴയിൽ വാസു, കേന്ദ്ര സംഘം ഡയറക്ടർ V സതി എന്നിവർ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. ദിനേശിന്റെ മായം കലരാത്ത ഗുണനിലവാരം പുലർത്തുന്ന കറി പൗഡർ ഉപയോഗിച്ചാണ് കഫേ ദിനേശിൽ ഭക്ഷണം പാകം ചെയ്യുന്നത്. ഇവിടെ വെച്ച് വിളമ്പുന്ന നാടൻ ഭക്ഷണത്തിനായി ഒട്ടേറെ പേർ പതിവായി കഫേയിൽ എത്തുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം പാർസലിനും ഓർഡറുകൾ ലഭിക്കുന്നുണ്ട്. ആ സമയത്ത് വലിയ ആശങ്കയോടുകൂടിയാണ് ഈ കഫേ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. കാരണം എവിടെയും നമ്മുടെ സൊസൈറ്റി അന്നത്തെ പ്രൈമറി സംഘത്തിൻ്റെതായിട്ടുള്ള ഭരണസമിതി സതിയാണ് അന്നത്തെ പ്രസിഡന്റ്. അവർ മുൻകൈ എടുത്തിട്ടാണ് ഈ കഫേ ദിനേശിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആദ്യമായി സംഘടിപ്പിച്ചത്. 10 വർഷം പൂർത്തിയാക്കി 11 വർഷത്തിലേക്ക് പോകുന്ന സമയത്ത് കേന്ദ്ര സംഘത്തിൻ്റെ കീഴിൽ പല സ്ഥാപനങ്ങളും ഇപ്പോൾ ഹോട്ടൽ നടത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജയകരമായിട്ട് നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്ന ലാഭകരമായി പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ ലാഭകരമായി കലർപ്പില്ലാത്ത ഭക്ഷണങ്ങൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുവെന്ന ഖ്യാതി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ പറയുന്ന രൂപത്തിലുള്ളതായ സംരംഭം കഫേ ദിനേശിന്റെ ആരംഭം മുതൽ പണ്ടാരിയായ സ്ഥാപനത്തിൽ കൃത്യനിഷ്ഠയോടെ ജോലി ചെയ്തു വരുന്ന ഇല്ലത്ത് താഴെ സ്വദേശി K ബാബുവിനെ കേന്ദ്ര സംഘം ഡയറക്ടർ V സതി പ്രശംസിച്ചു. ചെയർമാൻ MK ദിനേശ് ബാബു പണ്ടാരിയെ ഉപഹാരം നൽകി ആദരിച്ചു. തലശ്ശേരി സംഘത്തിന്റെ കീഴിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഇല്ലത്ത് താഴെ ബ്രാഞ്ചിന്റെ സ്ഥലത്ത് മിനി ഫ്ളാറ്റ് സമുച്ചയം പണിയാൻ തീരുമാനിച്ചതായി ചെയർമാൻ അറിയിച്ചു. കേന്ദ്ര സംഘം സെക്രട്ടറി കിഷോർ കുമാറും തലശ്ശേരി സംഘം സെക്രട്ടറി അയന സുധാകരനും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.